ഒരേ ബാറ്റർ വെച്ച് 3 തരം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇഡ്ഡലി മാവ് തയ്യാറാക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും. അത് കുറച്ച് കൂടുതൽ അളവ് തയ്യാറാക്കി വെച്ചാൽ 3 ദിവസത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ചിന്തിക്കുകയേ വേണ്ട. നല്ല സോഫ്റ്റായ ഇഡ്ഡലി ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസം അതേ ബാറ്റർ വെച്ച് കാരയിൽ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് പിന്നെ വീണ്ടും തിരിച്ചിട്ട് കൊടുത്താൽ നല്ല സോഫ്റ്റായ കാരപ്പവും കിട്ടും. മൂന്നാമത്തെ ദിവസം അതേ ബാറ്റർ വെച്ച് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം. തണുപ്പുള്ള ബാറ്റർ കുറച്ച് തണുപ്പ് മാറാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചാൽ മതി കേട്ടോ. അതിന് മാച്ച് ചെയ്യുന്ന ചട്നിക്ക് വേണ്ടി സാധാ തേങ്ങ ചട്നിയാണ്. അതിൻ്റെ കൂടെ ഞാനൊരു കളറിന് വേണ്ടി മാത്രം കുറച്ച് ബീറ്റ്റൂട്ടും പുളിക്ക് വേണ്ടി ഒരു പകുതി തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റായ ഇഡ്ഡലി ദോശ കാരപ്പ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. നല്ല തണുത്ത വെള്ളത്തിൽ മാവ് അരച്ച് കൊടുത്താൽ മതി കേട്ടോ. അരിയും ഉഴുന്നും ചോറും കൂടി തണുത്ത വെള്ളത്തിൽ, അതായത് ഐസ് വാട്ടറിൽ മാവ് തയ്യാറാക്കിയെടുത്താൽ സോഫ്റ്റായ ഇഡ്ഡലി കിട്ടും.